പ്രിയപ്പെട്ടവരെ, പുതിയൊരു യാത്രയുടെ ആമുഖവുമായി നാടോടി കാഴ്ചകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാരായണൻ പുട്ടമത്ത്. നിങ്ങൾ യാത്രകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാണാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം മാത്രം തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ഏത് സ്ഥലമായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക? ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പ്രകൃതി മനോഹരങ്ങളായ ഒട്ടേറെ സ്ഥലങ്ങളും മനുഷ്യനിർമ്മിതങ്ങളായ മഹാത്ഭുതങ്ങളും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുമ്പോൾ ഇതിൽ ഏത് തിരഞ്ഞെടുക്കും എന്നോർത്ത് പലരും വിഷമവൃത്തത്തിലാകും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കാണാനുള്ള സ്ഥലങ്ങളുടെ പട്ടികയിൽ എന്നും ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് ഒരേയൊരു പേരായിരുന്നു, കൈലാസപർവ്വതം. എന്തുകൊണ്ട് കൈലാസം? ചെറുപ്പം മുതലേ പുരാണങ്ങളിലൂടെയും മറ്റ് കഥകളിലൂടെയും കേട്ടറിഞ്ഞ വായിച്ചറിഞ്ഞ സ്ഥലം, ത്രിമൂർത്തികളിൽ ശിവൻ്റെ വാസസ്ഥാനം, ലോകത്തിൻ്റെ കേന്ദ്രബിന്ദുവായി ചിലർ വിശ്വസിക്കുന്ന സ്ഥലം, 4 മതക്കാരുടെ പുണ്യസ്ഥാനം, ഒട്ടേറെ സാഹിത്യകാരന്മാരുടെ ഭാവനകൾക്ക് ചിറകുകൾ നൽകിയ സ്ഥലം. 8848 മീറ്റർ ഉയരമുള്ള എവറസ്റ്റിനേക്കാളും 2210 മീറ്റർ കുറവാണ് കൈലാസത്തിൻ്റെ ഉയരമെങ്കിലും ഇന്നേ വരെ ഒരു മനുഷ്യനും കൈലാസപർവ്വതത്തിന് മുകളിൽ കയറിയിട്ടില്ല. 70 വയസ്സാണ് കൈലാസയാത്രയ്ക്ക് വിസ കിട്ടാനുള്ള പ്രായപരിധി. കൈലാസയാത്രയ്ക്ക് പുറപ്പെടുന്ന ഓരോ വ്യക്തിയും ആദ്യം ചെയ്യേണ്ടത് അതിന് മാനസികമായി തയ്യാറെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. ദുർഘടമായ യാത്രയും പ്രതികൂല കാലാവസ്ഥയും ആരോഗ്യ വ്യതിയാനങ്ങൾ നിമിത്തം എത്ര തന്നെ ശ്രമിച്ചാലും കൈലാസ ദർശനവും പരിക്രമണവും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ സാക്ഷാത്കരിക്കാൻ കഴിയണമെന്നില്ല. ഈ വസ്തുതയോട് പൊരുത്തപ്പെടാൻ മനസ്സിനെ ആദ്യം തന്നെ പാകപ്പെടുത്തിയെടുക്കുക. കൈലാസയാത്ര പോകുന്നവരിൽ ഏകദേശം 1/3 വിഭാഗത്തിന് മാത്രമേ കൈലാസ പരിക്രമണം പൂർത്തീകരിക്കാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ടാണ് ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ കൈലാസ ദർശനവും പരിക്രമണവും സാധ്യമാവൂ എന്ന് പറയുന്നത്. ഈ അനിശ്ചിതത്വമാണ് കൈലാസയാത്രയുടെ മഹനീയതയ്ക്ക് ഒരു കാരണം എന്നെനിക്ക് തോന്നുന്നു. കൈലാസപർവ്വതത്തിനടുത്ത് തന്നെയാണ് ബ്രഹ്മാവ് തൻ്റെ മനസ്സിൽ നിന്നും സൃഷ്ടിച്ചതെന്ന് ഭക്തർ വിശ്വസിക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശുദ്ധജല തടാകമായ മാനസ സരോവർ സ്ഥിതി ചെയ്യുന്നത്. കാണാനുള്ള സ്ഥലങ്ങളുടെ ലിസ്റ്റിൽ കൈലാസം 1-ാം സ്ഥാനത്തായിരുന്നെങ്കിലും പലവിധ പ്രതിസന്ധികളും കാരണം അങ്ങോട്ടേക്കുള്ള യാത്ര നീണ്ടു പോയി. എന്നെ സംബന്ധിച്ചിടത്തോളം സാഹചര്യങ്ങൾ ഒത്തുവന്നപ്പോൾ ചൈനീസ് ഗവൺമെൻറ് ഇന്ത്യക്കാർക്ക് കൈലാസത്തിലേക്കുള്ള വിസ നിഷേധിക്കുകയും ചെയ്തു. എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് നാരായണ എന്ന് സ്വയം പറഞ്ഞ് ഞാൻ സമാധാനിച്ചു. അങ്ങനെ 2025 ആഗസ്റ്റ് 15 ആ സമയം സമാഗതമായി. അടുത്ത ഏതാനും വീഡിയോകളിൽ എൻ്റെ കൈലാസ മാനസ സരോവർ യാത്ര നിങ്ങൾക്ക് കാണാം.